ഒരു ദിവ്യ കരസ്പർശം മതി ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ. പോകുന്ന വഴികളിലെല്ലാം ഒരാളുടെയെങ്കിലും പ്രശ്നങ്ങൾ കേട്ട് അവരുടെ കണ്ണീരൊപ്പി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയാണ് രാഹുൽ ഗാന്ധി ഓരോ ദിവസവും കടന്നു പോകുന്നത്. അമിത്ഷായ്ക്ക് മാനനഷ്ടമുണ്ടാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ സമർപ്പിച്ച കേസിൽ സുൽത്താൻപൂരിലെ MP MLA കോടതിയിൽ ഹാജരായ ശേഷം തിരിച്ചു പോകുന്ന വഴി സൈഡിൽ കണ്ട ഒരു പാവപ്പെട്ട ചെരുപ്പുകുത്തിയുടെ കടയിലേക്ക് അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുന്നു. അതോടെ കൊടും പട്ടിണിയിൽ ജീവിച്ച അദ്ദേഹത്തിന്റെ ജീവിതം പരിപൂർണമായി മാറ്റിമറിക്കപ്പെട്ടു. ജീവിതം മാറ്റിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, ഈ ചെരുപ്പുകുത്തി വലിയ സെലിബ്രിറ്റിയായി മാറിയിരിക്കുകയാണ്. കോടതിയിൽ ഹാജരായി തിരിച്ചു പോകുന്ന വഴിയാണ് ഒരു പാവപ്പെട്ട വൃദ്ധനായ ചെരുപ്പുകുത്തിയുടെ ചെറ്റക്കട രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ തന്നെ അദ്ദേഹം തന്റെ വണ്ടി നിർത്തി ഈ റാംചേത് എന്ന ചെരുപ്പുകുത്തിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അദ്ദേഹവുമായി അരമണിക്കൂറോളം സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും അദ്ദേഹം ചെയ്യുന്ന ജോലിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം ചെയ്യുന്ന ചെരുപ്പ് റിപ്പയർ ചെയ്യുന്ന പണി ചെയ്യുകയും ചെയ്തു. സംസാരത്തിനിടയിൽ താൻ വളരെ പാവപ്പെട്ടവനാണെന്നും 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണെന്നും ജീവിതം വളരെ കഷ്ടത്തിലാണെന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അറിയിക്കുന്നു. മാത്രവുമല്ല, തനിക്ക് സ്വന്തമായി ഒരു വീട് പോലുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് ഇതുപോലെ പാവപ്പെട്ട കഷ്ടത അനുഭവിക്കുന്ന തൻ്റെ കടയിൽ വന്നിരുന്ന് താനുമായി സംസാരിക്കുകയും തൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് വിശ്വസിക്കാനേ സാധിച്ചില്ല. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഒരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങി രാഹുൽ ഗാന്ധിയും അവിടെ ഉണ്ടായിരുന്ന മറ്റ് 4 പേരും ചേർന്ന് കൂൾ ഡ്രിങ്ക്സ് കുടിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച യാത്രയായ രാഹുൽ ഗാന്ധി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് ചെരുപ്പ് തുന്നുന്ന ഒരു ഇലക്ട്രിക് മെഷീൻ സമ്മാനിച്ചു. ദിവസം 1-2 ചെരുപ്പുകൾ മാത്രം കൈകൊണ്ട് തുന്നാൻ സാധിച്ചിരുന്ന അദ്ദേഹത്തിന് ഈ ഇലക്ട്രിക് മെഷീൻ ഉപയോഗിച്ച് 8 ചെരുപ്പ് ദിവസം ഉണ്ടാക്കുവാനാവും. അതുപോലെ സ്കൂൾ ബാഗുകളും മറ്റും അതിനു പുറമെ റിപ്പയർ ചെയ്യാനും സാധിക്കും. ഇലക്ട്രിസിറ്റി ഉള്ള തൻ്റെ മകന്റെ വീട്ടിൽ ഈ മെഷീൻ സ്ഥാപിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. മീഡിയകളെല്ലാം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനായി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് തടിച്ചുകൂടി. അദ്ദേഹത്തിന് വീടോ വൈദ്യുതിയോ ഇല്ല എന്നറിഞ്ഞ അധികാരികൾ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് ഇരച്ചെത്തി അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉടനെ തന്നെ സ്വീകരിച്ചു. കുറച്ച് ദിവസങ്ങളായി തനിക്ക് പണിയെടുക്കാനുള്ള സമയമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം വലിയൊരു സെലിബ്രിറ്റിയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞ് വളരെ പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ. 100 കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാധ്യമപ്രവർത്തകരായാലും രാഷ്ട്രീയക്കാരായാലും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായാലും സാധാരണ ജനങ്ങളായാലും. രാഹുൽ ഗാന്ധി തന്റെ മിശിക ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ സന്തോഷ കണ്ണുനീർ കണ്ടോ? ഇവിടെ ലാലൻ ടോപ്പിന്റെ മാധ്യമപ്രവർത്തകനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. എനിക്ക് എത്രയധികം സന്തോഷമാണ് ഉണ്ടായതെന്ന് പറയാൻ വയ്യ. സന്തോഷത്താൽ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഇന്ന് എന്റെ ജീവിതം ചാരിതാർത്ഥ്യമായി. ഞാൻ അദ്ദേഹത്തിന് കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ 4 പേർ ചേർന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ അത് കുടിച്ചു. ഒരു നേതാവും തന്നെ കാണാനോ സംസാരിക്കാനോ ഇതുവരെ എത്തിയിട്ടില്ല. ഇന്ന് ഇത്ര വലിയ നേതാവ് എന്നെ കാണാൻ വരികയും എന്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. എന്താണ് കണ്ണു നിറയുന്നതെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഇത് സന്തോഷാശ്രുക്കൾ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധി ഈ പാവപ്പെട്ട രാംചേത് എന്ന വൃദ്ധന്റെ ജീവിതം നല്ല രീതിയിൽ മാറ്റിമറിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ഓരോ രാഷ്ട്രീയ നേതാവും ഇതുപോലെ രാഹുൽ ഗാന്ധിയെ പോലെ ഉമ്മൻചാണ്ടിയെ പോലെ ആയാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എത്ര വേഗം മെച്ചപ്പെടുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ.